ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് സിനു, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. കഴിഞ്ഞ 5 ദിവസവും പ്രതിപക്ഷ ഭരണപക്ഷ ആരോപണ പ്രത്യാരോപണങ്ങളാൽ സമ്പന്നമായിരുന്നു നിയമസഭാതലം. തിങ്കൾ മുതൽ എല്ലാ ദിവസവും വാക്കൌട്ടിന് പ്രതിപക്ഷത്തിന് കാരണവുമുണ്ടായിരുന്നു. നെല്ല് സംഭരണത്തിൽ സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. മില്ലുടമകളുമായി ഒത്തുകളിച്ച് സംസ്ഥാനത്തെ നെൽകർഷകരെ സർക്കാർ വഞ്ചിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷം നൽകിയ സഭ നിർത്തിവയ്ക്കൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പിന്നാലെ ഇറങ്ങിപ്പോക്കുമുണ്ടായി. അമിത കിഴിവ് ആവശ്യപ്പെട്ട് മില്ലുടമകൾ സംഭരണത്തിൽ നിന്ന് പിന്മാറുകയും ഒടുവിൽ കർഷകർക്ക് കുറഞ്ഞ വിലയ്ക്ക് നെല്ല് വിൽക്കേണ്ട സാഹചര്യമുണ്ടായതും അടിയന്തര പ്രമേയ നോട്ടീസിൽ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അനൂപ് ജേക്കബായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. നോട്ടീസിന് മറുപടി നൽകിയ ഭക്ഷ്യമന്ത്രി GR അനിൽ 4 ദിവസം മുമ്പ് വരെ പ്രതിസന്ധിയുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെട്ടുവെന്നും സഭയെ അറിയിച്ചു. തുടർന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ AN ഷംസീർ അനുമതി നിഷേധിക്കുകയും പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നു. മന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും 2 ആഴ്ചയോളമായി സംഭരിക്കാത്ത നെല്ല് കർഷകന്റെ കണ്ണീരായി പാടശേഖരങ്ങളിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണെന്നും അനൂപ് ജേക്കബ് ആരോപിച്ചു. വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകളാണ് സഭ പരിഗണിച്ചതെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ ചർച്ച മാത്രമാണ് കാര്യമായി നടന്നത്. മറ്റുള്ള വകുപ്പുകളുടെ ധനാഭ്യർത്ഥന കാര്യമാത്ര പ്രസക്തമായി. കേരളത്തിൽ നിയമവാഴ്ചയല്ല, പാർട്ടി ക്രിമിനൽ വാഴ്ചയാണ് നടക്കുന്നതെന്നും കുറ്റവാളികൾക്ക് സർക്കാർ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുകയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ സങ്കുചിത രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടിയുള്ള പ്രചാരണം വിലപ്പോവില്ലെന്ന് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്നത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ധനാഭ്യർത്ഥനകൾ നിയമസഭ പാസാക്കി. ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നടക്കുന്ന വൻകിട ഭൂമി കയ്യേറ്റ വിഷയങ്ങളെ ചൊല്ലിയായിരുന്നു ചൊവ്വാഴ്ച പ്രതിപക്ഷം സഭ വിട്ടത്. പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനാണ് നോട്ടീസ് നൽകിയത്. ഭൂമി കയ്യേറ്റത്തിന് പിന്നിൽ ഉന്നത ലോബിയാണ് പ്രവർത്തിക്കുന്നതെന്നും അവർക്ക് സർക്കാർ സംരക്ഷണം നൽകുകയാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. അതേസമയം ഇടുക്കിയിലെ എന്നല്ല സംസ്ഥാനത്ത് ഒരിടത്തും കയ്യേറ്റം അനുവദിക്കില്ലെന്നും അത്തരം ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും റവന്യൂ മന്ത്രി K രാജൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്നായിരുന്നു ഇറങ്ങിപ്പോക്ക്. പാറക്കെട്ടുകൾക്ക് പട്ടയം നൽകിയത് എങ്ങനെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. തുടർന്ന് വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകൾ സഭ പരിഗണിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളും കേരളം നേരിടുന്ന ലഹരി പ്രതിസന്ധിയുമാണ് പ്രധാനമായും ചർച്ചയായത്. മന്ത്രിമാരുടെ മറുപടികളെ തുടർന്ന് ധനാഭ്യർത്ഥന നിയമസഭ പാസാക്കി. തലശ്ശേരി മണോളിക്കാവ് ഉത്സവത്തിനിടെ പോലീസിനു നേരെ CPMകാർ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസ് സ്പീക്കർ പരിഗണിച്ചില്ല. പൊതു താൽപര്യമല്ലാത്തതും അടിയന്തര പ്രാധാന്യമില്ലാത്തതുമായ വിഷയമാണിതെന്നും നോട്ടീസ് അംഗീകരിക്കാനാവില്ലെന്നും സ്പീക്കർ AN ഷംസീർ അറിയിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. പ്രതിപക്ഷത്തു നിന്ന് സണ്ണി ജോസഫാണ് നോട്ടീസ് നൽകിയത്. കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ആത്മവീര്യവും തകർത്തുകളയുന്ന സംഭവമാണ് തലശ്ശേരിയിൽ ഉണ്ടായതെന്നും സർക്കാർ പ്രതിരോധത്തിലായതുകൊണ്ടാണ് നോട്ടീസ് ചർച്ച പോലും അനുവദിക്കാതിരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ബഹിരാകാശ പര്യവേഷണ യജ്ഞം പൂർത്തിയാക്കി സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയ സുനിത വില്യംസിനെയും സംഘത്തെയും കേരള നിയമസഭ അഭിനന്ദിച്ചു. തുടർന്ന് 2025 കേരള ധനകാര്യ ബിൽ സഭ ചർച്ച ചെയ്യുകയും ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയുമായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ നികുതി നിർദ്ദേശങ്ങൾ നേരിയ തോതിലുള്ളതാണെന്ന് പ്രതിപക്ഷ ആരോപണങ്ങളോട് പ്രതികരിക്കവേ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന പദ്ധതി ചെലവ് ആകെ 79%. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ഇപ്പോൾ തന്നെ 94.5% ട്രഷറി ചെലവായി കഴിഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ കേന്ദ്ര വിഹിതം കൃത്യമായി ലഭിക്കാത്തതാണ് പദ്ധതി നിർവഹണത്തിന് തടസ്സമാകുന്നത്. ഈ വർഷം പദ്ധതി നിർവഹണം ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. തുടർന്ന് ചേർന്ന അപരാഹ്ന സമ്മേളനത്തിൽ 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2ാം നമ്പർ ബിൽ എന്നിവ ചർച്ച ചെയ്തു. 2025 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി.
രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി കമ്മീഷൻ നടപ്പിലാക്കുന്നതെന്ന് ബില്ലിന്റെ ചർച്ചയിൽ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന അങ്കണവാടി ആശാ വർക്കർമാരോട് സർക്കാർ പുലർത്തുന്ന പ്രതികാര മനോഭാവം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയത്. അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ വിഷയത്തിന്റെ ഗൌരവം സർക്കാരിനെ അറിയിച്ചിട്ടും സമരം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന നിലപാട് ആവർത്തിച്ചാണ് മന്ത്രി പി രാജീവ് മറുപടി നൽകിയത്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ വാക്കൌട്ട് ചെയ്തത്. പ്രതിപക്ഷത്തെ നജീബ് കാന്തപുരമാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കേന്ദ്ര സർക്കാരാണ് സ്ഥിരം നിയമനം ഉൾപ്പെടെ അങ്കണവാടി ആശാ വർക്കർമാരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും അങ്കണവാടി ജീവനക്കാർക്ക് ശമ്പളം കൂട്ടിയത് ഇടതു സർക്കാരാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിഹിതം വർദ്ധിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ജലവിഭവം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം തുടങ്ങി വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനയും വ്യാഴാഴ്ച നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കി. അടുത്ത വർഷം ഫെബ്രുവരിയോടെ സംസ്ഥാനത്തെ 550 പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും ജലജീവൻ മിഷൻ പദ്ധതിയിൽ കുടിവെള്ളം എത്തുമെന്ന് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടിയായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. ജൈവിക രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാവുന്ന ഹരിത ബോട്ടിലുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള പദ്ധതി ഈ മാസം തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. വെള്ളിയാഴ്ചയും ആശാപ്രവർത്തകരുടെ വിഷയമാണ് പ്രതിപക്ഷം സഭ നിർത്തിവെക്കൽ ഉപക്ഷേപമായി ഉന്നയിച്ചത്. നിരവധി പ്രാവശ്യം വിഷയം സഭയിൽ കൊണ്ടുവന്നെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആശാസമരം തീർക്കണമെന്ന് വെള്ളിയാഴ്ച ആദ്യത്തെ സബ്മിഷനിലൂടെ പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്കാണ് സബ്മിഷൻ നൽകിയിരുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ മന്ത്രി എം പി രാജേഷാണ് മറുപടി നൽകിയത്. ആശാവർക്കർമാരുടേത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സമരമാണെന്നും കേന്ദ്രത്തെ സഹായിക്കുന്ന സമീപനമാണുള്ളതെന്നുമുള്ള മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോവുകയായിരുന്നു. സമരം ന്യായമാണെന്നും സമരക്കാരെ സർക്കാർ പുച്ഛിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആശമാരോട് അനുഭാവപൂർവമായ നിലപാടാണുള്ളതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. വെള്ളിയാഴ്ചയായതിനാൽ അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾ പരിഗണിച്ച് ഉച്ചയോടെ പിരിഞ്ഞ സഭ ഇനി തിങ്കളാഴ്ച ചേരും. നിങ്ങൾ കേട്ടത് നിയമസഭ വാരാന്ത്യ അവലോകനം.